ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാഡ് മൈൻഡ്സ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടുവന്നു. ഈ മൂവി മൈൻഡ് ബ്ലോയിങ് ആണ്, മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ്. ഈ മൂവി ഫുൾ ഓൺ ട്രീറ്റ് ആണ്. ഈ മൂവി ഒരു വ്യൂവർ മലയാള സിനിമ ഒരു ബിഗ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഇതിന് പറയാം. ഒരു ബെഞ്ച് മാർക്ക് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇനി കമ്മിങ് ഡേയ്സിൽ ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ ഈ സിനിമയായിരിക്കും ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഈ സിനിമയ്ക്ക് മുമ്പ് എനിക്ക് ലിമിറ്റഡ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. കാരണം ഈ മൂവി പ്രൊമോട്ട് ചെയ്തത് ഭയങ്കര കുറവായിട്ടായിരുന്നു. അതുകൊണ്ട് ഇത് വേ ബിയോണ്ട് ദ ലിമിറ്റ് എക്സ്പെക്ടേഷൻ. ഇനി നമുക്ക് ഈ സിനിമയുടെ ഡയറക്ടറിനെ കുറിച്ച് പറയാം. ഡൊമിനിക് അരുൺ. ഫിനോമിനൽ ജോബ്, ഹി ഹാസ് ഡൺ എ ഫിനോമിനൽ ജോബ്. ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് നമ്മളെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം. അത് ഇയാൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള തോട്ട് വരും, പക്ഷെ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ്. പക്ഷെ പുള്ളി വേറെ ലെവലിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ഹി ഹാസ് ഡൺ ദ ജോബ് വെരി വെൽ. ലെറ്റ്സ് കം ടു ദ കാസ്റ്റ്. കല്യാണി പ്രിയദർശൻ did a great job. She is the show stealer. Movie full ആയിട്ട് കല്യാണി കൊണ്ടുപോയി. All the scenes, all the action scenes, all the emotional scenes, everywhere she performed great. പിന്നെ നെസ്ലിൻ ഓൾവേസ് ഡൺ എ ഗുഡ് ജോബ്. എപ്പോഴും നമ്മളൊരു മൂവി ആവറേജ് ആണെങ്കിൽ നെസ്ലിന്റെ പെർഫോമൻസ് എപ്പോഴും കുറച്ച് നന്നായിരിക്കും, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇവിടെ മൂവി അടിപൊളിയാണ്, പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. കറക്റ്റ് കോംബോ ആയിരുന്നു. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. ചന്തു വെൽ സ്യൂട്ടഡ് ആയിരുന്നു റോളിന്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കുറെ ക്യാരക്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ചില ക്യാരക്ടേഴ്സ് അൺവാണ്ടഡ് ആയിട്ട് തോന്നും ചില മൂവീസ് കാണുമ്പോൾ. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല ഈ മൂവിയിൽ. എവരിവൺ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ആൻഡ് ദ ഡയറക്ടർ ഡിഡ് എ ഗ്രേറ്റ് കാസ്റ്റിംഗ്. ഐ മിസ്ഡ് വൺ പേഴ്സൺ, സാൻഡി മാസ്റ്റർ. വേറെ ലെവലായിരുന്നു. എല്ലാ കോംബോ സീൻസിലും പുള്ളി ഓ ആക്ടറിനെക്കാളും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകും. ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് നമുക്ക് ട്രെയിലറിൽ തന്നെ മനസ്സിലായി. ബട്ട് ഈവൻ ദോ വി നോ ദാറ്റ് ഹി സർപ്രൈസ്ഡ് us ഇൻ മെനി ഓഫ് ദ സീൻസ്. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഫൈറ്റ് സീൻസ് ആണ്. ഗൂസ് ബം സീൻസ് ഉണ്ട്. ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം കൊറിയോഗ്രാഫിക്ക്. ഫൈറ്റ് സീൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ലെവലാണ്. നമ്മൾ ചില സീൻസ് ഒക്കെ നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റ്സ് ഇരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സീൻസ് ആയിരിക്കും. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഫൈറ്റ് സീൻസ്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, എവറിത്തിങ് ടോപ്പ് നോച്ച് ആയിരുന്നു. നമുക്ക് ആദ്യം മ്യൂസിക്കിനെ കുറിച്ച് പറയാം. ജെയ്ക്സ് വിജയ് ആണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴത്തെയും പോലെ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മൂവിന്റെ ഉള്ളിലേക്ക് നമ്മളെ പുള്ളി ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ ഡയറക്ടറിന്റെ സെറ്റപ്പ്, പിന്നെ മ്യൂസിക്, പിന്നെ സിനിമാറ്റോഗ്രാഫി. അപ്പം മ്യൂസിക്കിന്റെ ഡെപ്തിനനുസരിച്ചിരിക്കും നമ്മൾ ഉള്ളിലേക്ക് പോകും. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കേൾക്കുന്ന കാര്യം മ്യൂസിക്കാണ്. അത് അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ട് എപ്പോഴത്തെയും പോലെ എല്ലാ മൂവിയും പോലെ തന്നെ നമുക്ക് ജെയ്ക്സ് വിജയന്റെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എഡിറ്റിംഗ്സും അടിപൊളിയാണ്. ഫൈറ്റ് സീൻസിലുള്ള എഡിറ്റിംഗ്സ് ഒക്കെ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചില സീൻസ് ഒക്കെ ഭയങ്കര ക്രിസ്പാണ്. അത് ആ എഡിറ്റിംഗും കൂടി കാരണമാണ് നമ്മളെ ഇരുന്ന് പോകുന്നത്, നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്താൻ പറ്റുന്നത് ഈ എഡിറ്റിംഗും കൂടി കാരണമാണ്. സിനിമാറ്റോഗ്രാഫി എല്ലാ ഫ്രെയിംസും ഭയങ്കര ഗ്രാൻഡ് ആണ്. പിന്നെ ഒരുപാട് ഗ്രീൻ സ്ക്രീൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ബോറായിട്ട് തോന്നില്ല. സാധാരണ നമുക്ക് ഒരു ത്രൂ ഓഫ് ദ മൂവി ചില സീൻസ് നമുക്ക് VFX ഭയങ്കര ഔട്ടായ പോലെ തോന്നും. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ കൂടുതൽ നൈറ്റ് ഷോട്ട്സ് ആയിരുന്നു. നൈറ്റ് ഷോട്ട്സ് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിന് എല്ലാവരും ഈ നൈറ്റ് ഷോട്ട്സിൽ സ്യൂട്ട് ആവുന്നുണ്ട്, കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഒരു ഓഡ് വൺ ഔട്ടായിട്ട് തോന്നാറേ ഇല്ല ഈ മൂവി കാണുമ്പോൾ. പിന്നെ ഈ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ക്യാമിയോസ്, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഈ മൂവിനെ സ്പോയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് അത് പറയണ്ട. പിന്നെ വേറൊരു സജഷൻ എനിക്ക് പറയാനുള്ളത്, മൂവി കഴിഞ്ഞത് ഇറങ്ങി പോകരുത്, ഫുൾ ടിൽ ദ എൻഡ് കാണുക. ചില സർപ്രൈസസ് വെയിറ്റിംഗ് ആണ്. ഓവറോൾ ഇതൊരു ജസ്റ്റ് മൂവി ആയിട്ട് കാണരുത്, ഒരു ഫുൾ ഓൺ എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. മ്യൂസിക് സൈഡ്, സിനിമാറ്റോഗ്രാഫി സൈഡ്, ഡയറക്ഷൻ, എവറിത്തിങ് എൻജോയ്. ഇതൊക്കെയാണ് മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.